യെസ്, ഹിഫിൻ്റെ 7th എക്സ്പോയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞൊരു 40 വർഷത്തോളമായിട്ട് സോഫ ലാബ് ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 7 വർഷമായിട്ടാണ് ഹിഫ് നമുക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ളത്. അപ്പം കഴിഞ്ഞ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഹിഫിൻ്റെ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് സോഫ ലാബിനും അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സോഫ ലാബ് പറഞ്ഞാൽ ഹൈ പ്രീമിയം സെഗ്മെൻറ്റ് സോഫ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും കിട്ടിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇവിടെ നമ്മളിത് പങ്കെടുക്കുമ്പോൾ മാർക്കറ്റിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്, നമ്മളെ ബ്രാൻഡ് ബിൽഡാവുന്നു, സെയിൽ നല്ല വർദ്ധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്നുള്ള സപ്പോർട്ട്, ഇപ്പോൾ സിയാസ്ക അതുപോലെ തന്നെ നമ്മളെ ഫവാസ്ക, എല്ലാവരും നമ്മൾ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. ഇവർ നമ്മൾ കൈ പിടിച്ച് പൊക്കണ പോലെയുള്ളൊരു ഫീലിംഗാണ് ഇവരടുത്ത് നമുക്ക് കിട്ടുന്നത്. നല്ല സപ്പോർട്ടുണ്ട് നമ്മളടുത്ത് ഇവരടുത്ത്. നേരത്തെ ഫവാസ്ക പറഞ്ഞ പോലെ കഴിഞ്ഞ കാലങ്ങളായിട്ടൊക്കെ ഇവിടെ മാർക്കറ്റിലുള്ള ആളുകളെയാണ് ഈ ഒരു അംബ്രല്ലൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നത്. അതെ, യെസ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഉള്ളത് മുഴുവൻ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സാണ്. അതെ, ഇവിടെ പങ്കെടുക്കുന്ന 150 പേരും നമ്മുടെ കോമ്പറ്റേറ്റേഴ്സാണ്. ഈ കോമ്പറ്റേറ്റേഴ്സിൻ്റെ കൂടെ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചില വെറൈറ്റികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സ്പേസ് കിട്ടുള്ളൂ. ഈ സോഫ ലാബിന് അങ്ങനെ കാണിക്കാനുള്ള എന്തൊരു USP ആണ് എന്താ സോഫ ലാബ് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് പങ്കെടുക്കുന്നത്. പക്ഷേ നമ്മൾ പ്രീമിയം കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് ഒരുപാട് സോഫൻ്റെ ഷെഡായിരിക്കും നമ്മൾ സോഫ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളെ പരിചയപ്പെടുന്ന സോഫൻ്റെ ഷെഡിൻ്റെ ആൾക്കാർ, അതായത് സോഫൻ്റെ മാനുഫാക്ചർ ആൾക്കാർ നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് സെയിൽ വർദ്ധിക്കുന്നുണ്ട്. ഈ സോഫ ലാബിൻ്റെ ഒരു സിസ്റ്റത്തിൽ സ്മാർട്ട് സി ഓൾറെഡി ഹാൻഡ് ഹോൾഡിങ് ഒരു പ്രൊജക്റ്റ് ആണല്ലോ. യെസ്. ബിസിനസ് ഓണേഴ്സിനെ അതുപോലെ ഫേമുകളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാം. തീർച്ചയായും. സോഫ ലാബിന് നിങ്ങൾ കാണുന്ന ഒരു വ്യൂ പോയിന്റിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള അതിൻ്റെ ഫ്യൂച്ചർ എന്താ? സോഫ ലാബ് കുഞ്ഞമ്മദ് എന്ന് ഒരുമിച്ച് പറയുന്നൊരു വേർഡാണ്. ദാറ്റ് മീൻസ് സോഫ ലാബും അല്ലെങ്കിൽ സോഫയും കുഞ്ഞമ്മദുമായി എന്താ പറയുക, വേർപിരിയാനാവാത്ത ഇഴബന്ധമുള്ള ഒരാളാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ കുഞ്ഞമ്മൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ആ സോഫ എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ സോഫ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഏറ്റവും പ്രീമിയം, ഏറ്റവും വില പിടിച്ച ഒരു ഗസ്റ്റ് വരുമ്പം അദ്ദേഹത്തെ ഇരുത്താനും എക്സ്പീരിയൻസ് ചെയ്യാനും അവരെ സൽക്കരിക്കാനും ഉപയോഗിക്കുന്നതാണ് സോഫ. ഞാൻ പലപ്പോഴും ചോദിച്ചാണ് കുഞ്ഞമ്മ സാറിന്, എന്തുകൊണ്ട് സോഫ, എന്തുകൊണ്ട് ഫർണിച്ചർ ആയിക്കൂടാന്നല്ലേ. അങ്ങനെ സോഫ അറിയുമ്പോൾ ഫർണിച്ചറിൽ ഒരുപാട് ഗുണത്തിൽ ഒന്ന് മാത്രമാണല്ലോ. പക്ഷെ അത് വളരെ പ്രീമിയം ആയിരിക്കുക, വളരെ കംഫർട്ടായിരിക്കുക, വളരെ സ്റ്റൈലിഷ് ആയിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സോഫ ലാബിനെ കൃത്യമായി ഒന്ന് പൊസിഷൻ ചെയ്യാനും അൾട്രാ പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആക്കി കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സോഫ ലാബും സ്മാർട്ട് സിയോ ഒക്കെ അത്തരത്തിലുള്ള വളരെ സെഗ്മെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളെ അവരുടെ നീഡി ഉണ്ടെങ്കിൽ, അവരതിന് നീഡി മാത്രം പോരാ, അവരതിന് എക്യുപ്ഡ് ആണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുന്ന കൂട്ടത്തിലാണ് സോഫ ലാബിൻ്റെ ഇന്നത്തെ ഈ എക്സ്പോയിലൊക്കെ ഉള്ളത്. എനിക്ക് അതിനെ കൂടെ ആഡ് ഓൺ ചെയ്ത് പറയാനുള്ളത്, ഇപ്പം നേരത്തെ നമ്മൾ ഹിഫിൻ്റെ ഫൗണ്ടറൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇവർ ചെയ്യുന്നൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പ്രൊവൈഡിങ് പ്ലാറ്റ്ഫോമാണ്. ഈ പറയുന്ന ഒരുപാട് ഫർണിച്ചറുകൾ, അല്ല കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ഫർണിച്ചറുകളെ ഒരു റൂഫിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് അവരൊക്കെ പിടിച്ചിട്ട് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണോ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതിന് പറ്റാവുന്ന കസ്റ്റമേഴ്സിനെ, സ്പെഷ്യലി B2Bയിൽ ഇവരൊക്കെ കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ കുഴപ്പമില്ല നമ്മൾ ആളാണെന്ന് റെഫറലോണ് കൊടുക്കുന്നതിൽ, സ്പെഷ്യലി സോഫ ലാബിൻ്റെ കുഞ്ഞമ്മദിൻ്റെ ഒരു ഇൻറ്റിമസി ക്രിയേഷനാണ് സത്യത്തിൽ. കാരണം അതിന് AMC, അതായത് ആനുവൽ മെയിൻ്റെനൻസ് സർവീസ്, അവർക്ക് പറ്റില്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇത് സോഫ ലാബ് എന്നുള്ള ആ ഒരു ബ്രാൻഡിൽ കുഞ്ഞമ്മദ് ഈ പറയുന്ന കഴിഞ്ഞ 40 വർഷമായിട്ട് 30,000-ഓളം ആളുകളെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. അത് വലിയൊരു സാധനമല്ലേ. അതിൽ ഫിലിം സ്റ്റാറുകളാണ്. അദ്ദേഹം യൂറോപ്പിലേക്കും അതേപോലെ എന്താണ് പറയുക, മിഡിൽ ഈസ്റ്റിലേക്കും ആൾ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു സ്റ്റെപ്പിലൂടെ അത് പൊസിഷൻ ചെയ്ത് ആ തരത്തിലേക്ക് ആക്കുന്ന കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തിന് കൂടെ കൈപ്പിടിക്കാൻ സഹായിക്കുന്നതേ ഉള്ളൂ. താങ്ക് യു. ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി സോഫ എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് കാണുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ ബാക്ക് എൻഡിൽ എന്താണുള്ളത് എന്ന് വാങ്ങുന്ന കസ്റ്റമറിന് ഒരിക്കലും അറിയില്ല. പ്രത്യേകിച്ച് അവരൊരു ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങുമ്പം ഈ ആരാണ് ഇതിൻ്റെ മാനുഫാക്ചർ എന്നതും അറിയില്ല. സ്വാഭാവികമായി വാങ്ങിപ്പോകുന്നു. അത് പലപ്പോഴും ഈ സോഫ എന്നുള്ളത് ഒരു ഗിഫ്റ്റ് പ്രോഡക്റ്റാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരു സോഫ തരുന്നത് ഏതെങ്കിലും ഒരു റിലേറ്റീവോ ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിരിക്കും. ഇത് ആരുണ്ടാക്കി എവിടെ നിന്ന് വന്നു എന്ന് പലപ്പോഴും എൻ്റെ കസ്റ്റമർ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഭയങ്കര ആളുകൾ എന്തൊക്കെയോ പറ്റിക്കപ്പെടാൻ നടക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ സോഫ ലാബിൻ്റെ വെറൈറ്റി എന്നുള്ളത്? ഇതെന്താ, ഒരു കസ്റ്റമർ ഭാഗത്ത് നോക്കുമ്പോൾ
ഒരു പ്രൈസ് കൂടുതലുള്ളത് വാങ്ങാം, അതിൻ്റെ നേരെ മുകളിലുള്ള അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ് ഇതിലുണ്ട്. ഇതൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഒരേ സോഫ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം. ഇതിൽ ലെയർ കയറ്റി ഇറക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ ലെയർ ഒരുപാട് കൂടുമ്പോഴാണ് സ്പ്രിങ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കൂടുമ്പോഴാണ് ഇതിൽ കറക്റ്റ് ഫീലിംഗ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. റൈറ്റ് കുറയണതിനനുസരിച്ച് അതിൻ്റെ ലെയർ കട്ടാവും. പിന്നെ അതുപോലെ തന്നെ സോഫ ലാബിൻ്റെ പ്രൊഡക്റ്റാണ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് സർവീസ് കിട്ടും. അത് ഏത് B2B കസ്റ്റമർ ആണെങ്കിലും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാനിതിൽ ഭയങ്കര പാഷനാണ്. അതുകൊണ്ട് തന്നെ രാവും പകലും വർക്ക് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. അതായത് ഇതിൻ്റെ ഒരു ഗെയിമാണ് എന്ന് വേണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു ബിസിനസ് മാത്രമല്ല. ഓക്കെ, കഴിഞ്ഞ ഇത്രയും കാലത്തെ സിസ്റ്റത്തിലേക്ക് സ്മാർട്ട് CO നിങ്ങളൊന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ഒരു ഇൻസൈറ്റ് എന്താ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കുറച്ച് നേരത്തെ മുന്നേ എത്തേണ്ടി ഇരുന്നു എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് കിട്ടിയത്. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തിങ്ക് ചെയ്യണത് എന്താ, ഞാൻ ചെയ്യണത് ശരിയെന്ന്. അപ്പം നമുക്കൊരാൾ കൈ പിടിക്കാണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയല്ല ഇതിൻ്റെ കാര്യങ്ങളെന്ന് മനസ്സിലാവുള്ളൂ. ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ സമയം എത്തുമ്പോൾ നമുക്ക് തോന്നി നേരത്തെ ആയിരുന്നു നന്നായിരുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സമയം കുറേ എന്തുണ്ട് ബാക്കിയുണ്ട്. ആ സമയത്ത് ഇങ്ങനെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താം. അതിലെന്താണ് സ്പെഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് സോഫ ലാബ് കുഞ്ഞമ്മദ്. അപ്പോൾ സോഫ ലാബ് കുഞ്ഞമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര എന്താ പറയുക ഹാർഡ് വർക്കിംഗ് തയ്യാറാണ്. കൃത്യമായ ക്ലാരിറ്റിയുള്ള പേർപ്പസ് അദ്ദേഹത്തിനുണ്ട്, നല്ല വിഷനുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതിനെ എല്ലാം കൂടി ഒന്ന് പ്രൊഫഷണലാക്കിയിട്ട് ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ള ഒരു പ്രീമിയം കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതിന് നല്ലൊരു പാക്കിൽ പൊതിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് CO അദ്ദേഹത്തെ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യാന്നുള്ള ഉദ്ദേശം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പോയിൽ വന്നുകൊണ്ട് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ വെറുതെ ഒരു കൺസൾട്ടിങ് സർവീസ് ചെയ്യല്ല, റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് എവിടെയാണ് അദ്ദേഹത്തെ ഹാൻഡ് ഹോൾഡ് ചെയ്യേണ്ടത്. കാരണം അദ്ദേഹം ബിസിനസ് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ എവിടേക്കോ കൊച്ചു ചില സ്ഥലങ്ങളിൽ ചെറിയ സ്റ്റക്കുള്ളൂ. അതിനും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉയരങ്ങളിലേക്ക് പകരം എന്നുള്ളതല്ല, അതിന് ഒരുപാട് കസ്റ്റമേഴ്സിന്, ഒരുപാട് കുടുംബങ്ങൾക്ക് അദ്ദേഹം ജോലി കൊടുക്കുന്നു. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയൊക്കെ അത്രയും വലിയ ഫാക്ടറിയാണ്. അപ്പോൾ ഇത്രയും ആളുകളും ഇത്രയും കുടുംബങ്ങളും ഇത്രയും സർവീസസും ഈ പ്രീമിയം ആളുകൾക്ക് ഈ പറയുന്ന സോഫ ലാബിൻ്റെ അൾട്രാ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം വിൽക്കുന്നൊരു പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. അത് ഹൃദയത്തിൽ നിന്ന് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കസ്റ്റമൈസ്ഡായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്മാർട്ട് CO ചെയ്യുന്നത്. ലാസ്റ്റ് ചോദ്യം, ഹിഫിൽ നിന്നും സ്മാർട്ട് CO നിന്നും ഇനി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതായത് ഇഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ തന്നെ ഇപ്പം ഇങ്ങനെ കേരളത്തിൽ ചെയ്യണ ഒരു ടീമും ബാംഗ്ലൂരാണ് ഇനി വരാൻ പോകുന്നത്. ഇങ്ങനെ ഒരുപാട് ഭാഗത്തേക്ക് ഇവർ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ കേരളത്തിൽ മറ്റൊരു ടീം ഒരിക്കലും ഇല്ല. ഇങ്ങനെ ചെയ്താൽ തന്നെ ഇത് ഏറ്റവും നല്ല മികച്ച സർവീസാണ് ഇപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിലനിൽക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. സ്മാർട്ട് CO എന്ന് ഇതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതും അതിൻ്റെ അങ്ങേപ്പുറമുള്ള നമുക്ക് ഒരു ട്രസ്റ്റോട് കൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു ലെവലിൽ നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ അത് കിട്ടും. ഇനി ഹിഫിനെ കുറിച്ച് വാക്കുകൂടി ആഡ് ചെയ്യാനുള്ളത്, ഒന്ന് മലബാറിലെ 5 പേര്, ആ മലബാറിലെ 5 പേര് തുടങ്ങിയൊരു പ്രോജക്റ്റിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. എന്ന് പറഞ്ഞാൽ അത് മലബാറിലും സൗത്ത് ഇന്ത്യയിലുമല്ല, ഇനി അത് പോകുന്നൊരു ഇൻ്റർനാഷണൽ വേർഷനിലേക്കാണ്. വേൾഡിൽ ഫർണിച്ചറിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഐക്കോണായിട്ട് സ്വാഭാവികമായും ഹിഫ് മാറുന്നു. ഹിന്ദുസ്ഥാൻ അതിൻ്റെ പ്രതീകമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്റ്റർ കുഞ്ഞമ്മദ്. താങ്ക് യു സമർ സാർ. താങ്ക് യു. HIF, Hindustan International Furniture Fair.